ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജ്വല്ലറി മേക്കിംഗ് വീഡിയോ ആണ്. നമുക്ക് ഈസി ആയിട്ട് തന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ തന്നെ വീട്ടിലിരുന്ന് ബ്രേസ്ലെറ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കിറ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സാണ് നമുക്ക് വരുന്നത്. ഈ ബോക്സ് നിറച്ചും ബീഡ്സാണ്. അതിനുള്ളിൽ തന്നെ നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ ഒരു കിറ്റും അതേപോലെ തന്നെ കൊളുത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു കത്രികയാണ് വരുന്നത്. ഈ ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴേക്കും ഇതിനകത്ത് നിറയെ ബീഡ്സാണ്. ഇതിൽ നമുക്ക് ആൽഫബറ്റ് ലെറ്ററിലാണ് വരുന്നത്. അതായത് കളർഫുള്ളായിട്ട് നമുക്ക് ABCD ആ ഒരു റേഞ്ചിലാണ് അവർ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ബ്ലാക്ക് കളറാണ് വേണമെങ്കിൽ അതിന് വേറെ സൈഡ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ആൽഫബറ്റും മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറിയ മുത്തുകളും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വൈറ്റ്, അതേപോലെ തന്നെ ബ്ലൂ, ഗ്രീൻ, റെഡ്, അങ്ങനത്തെ ഓറഞ്ച്, അങ്ങനത്തെ കളറിൽ നമുക്ക് ബീഡ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് ക്രിയേറ്റീവായിട്ട് ബ്രേസ്ലെറ്റ്, മാല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് അനൂസ് ഉണ്ടാക്കുന്നത് ബ്രേസ്ലെറ്റാണ്. അപ്പോൾ വേദ കുഞ്ഞു എന്ന പേരിലുള്ള ബ്രേസ്ലെറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വേദേനെ അനൂസ് വിളിക്കുന്ന പേരാണ് കുഞ്ഞു. അപ്പോൾ രണ്ടും ഒരാൾ തന്നെയാണ്. അപ്പോൾ രണ്ട് പേരും കൂടെ ഒരുമിച്ച് വന്ന രീതിയിൽ ഒരു ബ്രേസ്ലെറ്റാണ് അവൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഏതൊക്കെ ലെറ്റേഴ്സാണ് വേണ്ടത്, കളർഫുള്ളായിട്ട് വേണം അങ്ങനെ വേണ്ടത്, നമ്മൾ ലെറ്റേഴ്സ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇലാസ്റ്റിക് എടുത്തിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത് ആ അളവിന് കുറച്ച് കൂടെ നമ്മൾ ഇട്ടിട്ട് വേണം കേട്ടോ മുറിക്കാനായിട്ട്. കറക്റ്റ് അളവിൽ മുറിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പോഴേക്കും നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല. നമുക്ക് എത്ര അളവ് വേണോ അതിനകത്തുനിന്ന് ഒരു കുറച്ച് കൂടെ എടുത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ കൈയുടെ അളവ് എടുക്കുമ്പോൾ ഇതേപോലെ ഇവിടെ നിന്ന് എടുക്കരുത് കേട്ടോ. നമ്മൾ കൈയുടെ ഈ അളവല്ല നമുക്ക് വേണ്ടത്. നമ്മൾ കൈയുടെ നമുക്ക് കൈ പിടിക്കുമ്പോഴേക്കും ഉള്ള അളവില്ലേ, അതായത് നമ്മൾ വളയിടുമ്പോഴുള്ള ഒരു അളവുണ്ടല്ലോ, അവിടുത്തെ അളവാണ് വേണ്ടത്. അത് എല്ലാവരുടെയും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ അളവെടുക്കാനായിട്ട്. ഇതേപോലെ അളവെടുക്കരുത്. ആദ്യം നമ്മൾ ഓരോ ബഡ്സ് എടുത്തിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഇലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഭയങ്കര ഈസിയാണ്, അങ്ങനെ പാടൊന്നുമില്ല. ഇപ്പോൾ അതിനകത്ത് ഇടാനുള്ള ആ മുത്തിൽ തന്നെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ഇടാനുള്ള ഒരു സ്പേസൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കോർത്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ പേരനുസരിച്ചിട്ട് ഇപ്പോൾ വേദ എന്നുള്ള പേരാണ് ആദ്യം നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ വേദയുടെ ഓരോ സ്പെല്ലിങ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അടുത്തത് നമ്മൾ കിറ്റിലുണ്ടായിരുന്ന കളറിൻ്റെ ഒരു മുത്തുകളുണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ആൽഫബറ്റ് ലെറ്ററിൻ്റെ ബീഡ്സ് മാത്രം എടുക്കുമ്പോഴേക്കും ചെറിയതായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ കൈയുടെ വണ്ണത്തിനനുസരിച്ച് ബാക്കിയുള്ള ഭാഗത്ത് നമ്മൾ ഈ ഒരു മുത്ത് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മുത്ത് മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു കളറും അതേപോലെ തന്നെ ബ്ലൂ കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഇത് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റത്ത് ഇതിൻ്റെ കുളത്തും കൂടെ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവും. അപ്പോൾ ആദ്യം നമുക്ക് കുളത്തിൻ്റെ ഒരു ഇങ്ങനെ ജമ്പിങ് റിങ് പോലത്തെ ഒരു ചെറുത് ഇതുണ്ട്, അത് നമുക്ക് ഇട്ടിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടി കൊടുക്കണം. ഒരു പ്രാവശ്യം കിട്ടിയാൽ ഇത് ചിലപ്പോൾ അഴിഞ്ഞു പോകും. അപ്പോൾ ഒരുപാട് തവണ നമ്മൾ ഇങ്ങനെ ആ കെട്ടി നന്നായിട്ട് ടൈറ്റാക്കി കെട്ടണം കേട്ടോ. അതേപോലെ തന്നെ അതിൻ്റെ അടുത്ത അറ്റത്ത് ഈ ഒരു കുളത്തിൻ്റെ മറ്റതും കൂടെ വെച്ചിട്ട് ഇതേപോലെ തന്നെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് 1, 2, 3 പ്രാവശ്യം, ഒരു 5 പ്രാവശ്യമെങ്കിലും നല്ല ടൈറ്റിൽ കെട്ടണം കേട്ടോ. അല്ലെങ്കിൽ ഇത് ഊരിപ്പോവാനും എലാസ്റ്റിക് അഴിയാനും ചാൻസ് ഉണ്ട് നമ്മുടെ ഇടുന്നതിൻ്റെ അനുസരിച്ച്. അപ്പോൾ നന്നായിട്ട് ടൈ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ടൈ ചെയ്യുക അല്ലെങ്കിൽ കുളത്ത് വേണ്ട, നിങ്ങൾക്ക് ചുമ്മാ കെട്ടിയിട്ടാൽ മതിയെങ്കിൽ ഇതേപോലെ തന്നെ രണ്ടറ്റവും നന്നായിട്ട് 2, 3 പ്രാവശ്യം നല്ല ടൈറ്റായിട്ട് കെട്ടിയിട്ട് ഒന്ന് എലാസ്റ്റിക് ഒന്ന് വലിച്ച് നോക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ 2 ഇങ്ങനെ ഹുക്കിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഹുക്കും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ടുണ്ട്. ഈ ഹുക്ക് തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കൈ ചെയിൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഇട്ട് നോക്കുവാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോഴേക്കും ഇങ്ങനത്തെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി നമ്മൾ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പോഴേക്കും അത് നല്ല രസമല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഓക്കെ, ബൈ.